പണ്ട് കുന്നുകൾക്കിടയിൽ ഒരു ഗ്രാമത്തിൽ ഒരു തക്കാളി ഉണ്ടായിരുന്നു. അവൻ വെറുമൊരു തക്കാളിയായിരുന്നില്ല. തോട്ടത്തിലെ ഏറ്റവും ചുവന്നതും വലുതുമായ തക്കാളിയായിരുന്നു അദ്ദേഹം. സൂര്യൻ അവനെ ദിവസവും ചൂട്ടിൽ കുളിപ്പിച്ചു. പൂന്തോട്ടത്തിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതലായി വയലുകൾക്കപ്പുറത്തുള്ള ലോകം അവൻ ആഗ്രഹിച്ചു. ഒരു ദിവസം രാവിലെ സോഫിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടി പൂന്തോട്ടം സന്ദർശിച്ചു. അവളുടെ കുടുംബത്തിന്റെ അത്താഴത്തിന് അവൾ പച്ചക്കറികൾ പറിച്ചു. വലിയ തക്കാളിയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. ഇത് വിളഞ്ഞ തക്കാളിയാണ്. അവനെ സൂര്യപ്രകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. തക്കാളിയുടെ ഹൃദയം അഭിമാനത്താൽ വീർപ്പുമുട്ടി. സോഫിയ തക്കാളിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അടുക്കളയിലെ കൗണ്ടറിൽ ഇരുത്തി. തുളസി ഇലകൾ, വെളുത്തുള്ളി, ഒലിവ് ഓയിൽ, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ അത്ഭുതകരമായ ഒന്നിന്റെ ഭാഗമാകാൻ പോകുന്നു, തക്കാളി ചിന്തിച്ചു. എന്നാൽ താമസിയാതെ കുടുംബം പാസ്ത സോസിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവൻ കേട്ടു. തക്കാളി മരവിച്ചു. അവൻ അത്തരം സാഹസികതയ്ക്ക് തയ്യാറായില്ല. അവൻ യാത്ര ചെയ്യാനും നഗരങ്ങൾ കാണാനും പുതിയ പഴങ്ങളും പച്ചക്കറികളും കാണാനും ആഗ്രഹിച്ചു. അവസാനം ഒരു പാത്രത്തിൽ തിളപ്പിക്കരുത്. അന്ന് രാത്രി വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോൾ തക്കാളി കൗണ്ടറിൽ നിന്ന് താഴേക്ക് ചാടി. അവൻ അടുക്കളയിലെ തറയിലൂടെ കുലുങ്ങി ചെറുതായി തുറന്ന വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി. അവൻ പൂന്തോട്ട പാതയിലൂടെ വയലിനു കുറുകെ ദൂരേക്ക് പോയി. അവന്റെ യാത്ര അവനെ തിരക്കേറിയ കർഷക ചന്തകളിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം അഭിമാനകരമായ കാരറ്റും വഴുതനങ്ങയും കണ്ടു. അവൻ ഒരു കാബേജ് ഇലയിൽ നദികളിലൂടെ ഒഴുകി സന്ധ്യാസമയത്ത് പാട്ടുപാടുന്ന തവളകളുമായി സൗഹൃദം സ്ഥാപിച്ചു. ഒടുവിൽ ഭക്ഷണ ട്രക്കുകളും മികച്ച ഷെഫുകളെയും ഒരു മഹാനഗരത്തിൽ അവൻ കണ്ടു. ഒരു ദിവസം ഒരു മാർക്കറ്റ് സ്റ്റാളിൽ ഒരു ഷെഫ് തക്കാളിയെ കണ്ടു. ഈ തക്കാളി വളരെ നല്ലതാണ്, ഷെഫ് പറഞ്ഞു. അവനെ ഒരു റെസ്റ്റോറന്റ് അടുക്കളയിൽ കൊണ്ടുപോയി. അവൻ പുഞ്ചിരിച്ചു. അവന്റെ ആഗ്രഹം പോലെ അവൻ ഒരു വലിയ നിലയിലെത്തി. സോസാക്കി മാറ്റുന്നതിനുപകരം അവനെ ശ്രദ്ധാപൂർവം അരിഞ്ഞത് ക്രീം, മൊസറെല്ല, ഒലിവ് ഓയിൽ, സുഗന്ധമുള്ള ബേസിൽ എന്നിവയ്ക്ക് സമീപം ഒരു പ്ലേറ്റിൽ വെച്ചു. അവൻ ഒരു മികച്ച സാലഡിന്റെ ഭാഗമായി. ഭക്ഷണം കഴിക്കുന്നവർ അവന്റെ രുചിയിലും നിറത്തിലും അത്ഭുതപ്പെട്ടു. അവൻ അഭിമാനത്താൽ തിളങ്ങി. അവന്റെ സ്വപ്നം സഫലമായി. അവൻ വളരെ ദൂരം സഞ്ചരിച്ചു, പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി, അസാധാരണമായ ഒന്നായി. അന്നുമുതൽ അവൻ തന്റെ ജീവിതം ഒരു വലിയ സാഹസികതയാക്കി മാറ്റിയ ചെറിയ തക്കാളിയായി ഓർമ്മിക്കപ്പെട്ടു.